നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. SNDP മലനാട് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷ സമാപനവും ജൂബിലി സ്മാരക മന്ദിര ഉദ്ഘാടനവും കട്ടപ്പനയിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇടുക്കിയിലേക്ക് കുടിയേറിയ കർഷകരാണെന്ന വെള്ളാപ്പള്ളി നടേശൻ. ദേവികുളം മുൻ MLA S. രാജേന്ദ്രനെ BJP നേതാക്കൾ നേരിട്ടെത്തി സന്ദർശിച്ചു. സന്ദർശനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ J. പ്രമീളാദേവി, മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി എന്നിവരുടെ നേതൃത്വത്തിൽ. വേനൽ വറുതിയിൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്താൻ ഉടൻ നടപടി വേണമെന്ന് കർഷകരിൽ നിന്ന് കണക്കെടുപ്പ് നടത്തുകയും നഷ്ടപരിഹാര തുക നൽകി കർഷകർക്ക് കൈത്താങ്ങാകണമെന്നും ആവശ്യം. അയ്യപ്പൻകോവിൽ ചേമ്പളത്ത് മുടങ്ങിക്കിടക്കുന്ന ST കുടിവെള്ള പദ്ധതി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ. പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇടുക്കിയിലേക്ക് കുടിയേറിയ കർഷകരാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP മലനാട് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പനയിലെ ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ലഭിച്ച ഡോക്ടർ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനവും പരിപാടിയോടനുബന്ധിച്ചു നടന്നു. SNDP യോഗം മലനാട് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമാണ് യൂണിയൻ ആസ്ഥാനമായ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ വെച്ച ഗുരുദേവ കീർത്തി സ്തംഭത്തിന് ലഭിച്ച ഡോക്ടർ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് അവാർഡ് പ്രഖ്യാപനം സമ്മേളനത്തിൽ വെച്ച വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. 3 നിലകളിൽ 14 വീടുകളും ഷോപ്പിംഗ് കോംപ്ലക്സും ഉൾപ്പെട്ട ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിലെ ആളുകളെ കാണണമെങ്കിൽ കുടിയേറ്റ ഗ്രാമമായ ഇടുക്കിയിലേക്ക് വന്നാൽ മതി. സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇടുക്കിയിലേക്ക് കുടിയേറിയ കർഷകരാണ്. സ്നേഹത്തോടൊപ്പം സമൂഹത്തിലെ എല്ലാവരെയും സഹായിക്കുന്ന മനോഭാവവും ഉണ്ടാകണം. അത് ഇടുക്കിയിലെ SNDP യൂണിയൻ തെളിയിക്കുന്നു. ആധ്യാത്മിക അടിത്തറ ആക്കിക്കൊണ്ട് ഭൗതിക വളർച്ച പ്രാപിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അങ്ങനെ വളരാനാണ് നമ്മൾ. മാത്രമല്ല നിങ്ങളെല്ലാം ഒന്നായാലേ നമുക്ക് നന്നാൻ സാധിക്കും. ഇപ്പോൾ നന്നായിട്ടുള്ള സമുദായം ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. പേര് പറയേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ അവരെല്ലാം എന്ത് നന്നായി അവർ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? നമുക്കെന്ത് പള്ളിക്കൂടം ഉണ്ടാകണം. എൻ്റെ വാക്കുകൾ പള്ളിക്കൂടം എടുത്ത് അവർ അധികാരത്തിനകത്ത് ഒന്നായി നിന്ന് അധികാരത്തിന് അകത്ത് നിന്നുകൊണ്ട് അവരുടെ സമുദായത്തിന് അവകാശപ്പെട്ടത് ഒപ്പിട്ടെടുക്കാനുള്ള ആളുകളെ അവർ പറഞ്ഞതിനകത്ത് ഭരണത്തിനകത്ത് വിട്ടു. അതുകൊണ്ട് ഇവിടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ സമുദായത്തിൽ കൊണ്ടുപോയപ്പോൾ നമുക്ക് ആരെ എന്ത് തന്നു? ഒരു കോളേജ് തന്നോ? അതിലൂടെ ഒരുപാട് ദുഃഖങ്ങൾ നമുക്ക്. ഈ ദുഃഖങ്ങൾ മാത്രമായി നമുക്ക് വരുമ്പോൾ സുഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് എവിടെയുണ്ട്. എന്തേ നമുക്ക് ദുഃഖമായി മാറി. വിവിധ ശാഖകളുടെ നേതൃത്വത്തിൽ ടൗണിൽ ഘോഷയാത്രയും നടത്തി. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷനായിരുന്നു. S1 ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ, ഗുരുപ്രകാശം സ്വാമി, SNDP യോഗം കൗൺസിലർ പച്ചയിൽ സന്ദീപ്, വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാരി, സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, ജോയി വെട്ടിക്കുഴി, VR സുചി, VR ശശി, VS രതീഷ്, ജാൻസി ബേബി, അഡ്വക്കേറ്റ് PR മുരളീധരൻ, ഷാജി പുള്ളോലിൽ, ചെമ്പൻകുളം ഗോപി വൈദ്യർ, MP ശ്രീകുമാർ, P രാജൻ, സച്ചി പറമ്പത്ത്, PG സുകുമാരൻ, വിനോദ് ഉത്തമൻ, വിധു A സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേവികുളം മുൻ MLA S. രാജേന്ദ്രനെ BJP നേതാക്കൾ നേരിട്ടെത്തി സന്ദർശിച്ചു. മൂന്നാർ ഇഖാൻ നഗറിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ J. പ്രമീളാദേവി, മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ J. പ്രമീളാദേവി, മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ഇല്ലെന്ന് S. രാജേന്ദ്രൻ പ്രതികരിച്ചു.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മൂന്നാറിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതി പരിശോധിക്കാനാണ് BJP നേതാക്കൾ എത്തിയതെന്നാണ് എസ് രാജേന്ദ്രന്റെ മറുപടി. നേരത്തെ എസ് രാജേന്ദ്രൻ BJPയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. ദില്ലിയിലെത്തി എസ് രാജേന്ദ്രൻ മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയത്. പ്രകാശ് ജാവദേക്കറുമായി രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് BJPയിലേക്ക് പോകുമെന്ന അഭ്യൂഹം ഇപ്പോൾ വീണ്ടും ശക്തമായത്. എന്നാൽ CPMൽ നിന്നും പിന്നോട്ടില്ലെന്നും BJP നേതാവ് പ്രകാശ് ജാവദേക്കർക്കൊപ്പമുള്ള ഫോട്ടോ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും എസ് രാജേന്ദ്രൻ പ്രതികരിച്ചിരുന്നു. ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ CPM നേതാക്കൾ വിളിച്ചിരുന്നു. കാര്യങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ടെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ രാജേന്ദ്രനെ വീട്ടിലെത്തി സന്ദർശിച്ചത്. വേനൽ വറുതിയിൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്താൻ ഉടൻ നടപടി വേണമെന്ന ആവശ്യം. കർഷകരിൽ നിന്ന് കണക്കെടുപ്പ് നടത്തുകയും നഷ്ടപരിഹാര തുക നൽകി കർഷകർക്ക് കൈത്താങ്ങാകണമെന്നുമാണ് ആവശ്യമുയരുന്നത്. കടുത്ത വേനലിൽ കാർഷിക വിളകൾക്ക് നഷ്ടം സംഭവിച്ച സാഹചര്യത്തിൽ കർഷകർ മുമ്പോട്ടു പോകാൻ പ്രയാസം അനുഭവിക്കുകയാണ്. കനത്ത വേനലും ഉയർന്ന ചൂടും ഇത്തവണ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത്. വേനൽ കനത്തതോടെ കാർഷിക വിളകൾ ഉണങ്ങി നശിച്ചു. ഏലം കൃഷിക്കാണ് ഏറ്റവുമധികം നാശം സംഭവിച്ചത്. ഏലച്ചെടികൾ ഉണങ്ങി നിലം പൊത്തി. കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ച തോട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ട്. വേനൽ വറുതി ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്താൻ നടപടി വേണമെന്ന ആവശ്യം തങ്ങൾ മുന്നോട്ട് വെച്ചതെന്ന് കർഷക സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു. 2018 പ്രളയത്തെക്കാൾ അധികമായി 1000 കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടമാണ് ഈ കൊടും വരൾച്ച മൂലം നമ്മുടെ ജില്ലയിലെ കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു മാർഗവുമില്ല. മുഴുവൻ ഉൽപ്പന്നങ്ങളും ഉണങ്ങിക്കരിഞ്ഞുപോയി. കുടിക്കുവാൻ പോലും വെള്ളമില്ലാതെ നെട്ടോട്ടത്തിലാണ് ഇടുക്കിയിലേക്കാണ്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടിയന്തരമായിട്ട് ഇടപെട്ട് നാശനഷ്ടം സംഭവിച്ച വിളകളുടെ കണക്കെടുത്ത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ 50% കർഷകർ ഈ മേഖല വിട്ടുപോയി. അത് ഗുരുതരമായ പ്രതിസന്ധിക്കിടയാണ്. അതുകൊണ്ട് കർഷകരുടെ എല്ലാ വിളകൾക്കും അവർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മുഴുവൻ കാർഷിക വിളകൾക്കും കൃഷി ഉദ്യോഗസ്ഥന്മാർ പോയി പരിശോധിച്ച് അതിനുള്ള നഷ്ടപരിഹാരം നിജപ്പെടുത്തി നൽകേണ്ടതാണ്. ഏലച്ചെടികൾ ഉണങ്ങി നിലം പതിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ്. പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചിലവ് വഹിച്ചത്. അടുത്ത വർഷത്തെ വിളവെടുപ്പായിരുന്നു പ്രതീക്ഷ. ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു. ജാതി കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ട രീതിയിൽ വേനൽ മഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ കർഷകർ പ്രതിസന്ധിയിലാകും. കാർഷിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം കണക്കാക്കി കർഷകർക്ക് സാമ്പത്തിക സഹായം അനുവദിച്ചാൽ ഒരു പരിധിവരെ കർഷകർക്ക് മുമ്പോട്ടു പോകാൻ സഹായമാകും. അയ്യപ്പൻകോവിൽ ചേമ്പളത്ത് മുടങ്ങിക്കിടക്കുന്ന ST കുടിവെള്ള പദ്ധതി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ കഴിഞ്ഞ ദിവസം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 വർഷമായി അയ്യപ്പൻകോവിൽ ചേമ്പളത്ത് ST കോളനിയിലെ കുടിവെള്ള പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ്. ഇത് സംബന്ധിച്ച് ചേമ്പളത്തെ ആളുകൾ പഞ്ചായത്തിൽ പരാതിയും നൽകിയിരുന്നു. ഓമന നന്ദകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്താണ് ST കോളനിക്ക് വേണ്ടി 4 ലക്ഷം രൂപ ഉപയോഗിച്ച് കുടിവെള്ള പദ്ധതി തുടങ്ങിയത്. എന്നാൽ വൈദ്യുതി കണക്ഷൻ ലഭിക്കാതിരുന്നതിനാൽ പദ്ധതി മുടങ്ങിക്കിടക്കുകയായിരുന്നു. സംഭവം കഴിഞ്ഞ ദിവസം മാധ്യമ വാർത്തയാകുകയും ചെയ്തു. തുടർന്ന് മോട്ടോർ പെരിക്ക് നമ്പറിടുകയും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തതായി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. നമ്മുടെ ചേമ്പളം ST കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കത് നമ്മുടെ ഉപ്പുതറ സെക്ഷനിൽ നിന്നല്ല അതിൻ്റെ കറണ്ട് കണക്ഷൻ കിട്ടേണ്ടത്, കാഞ്ചാറ് KSB എന്നാണ്. അപ്പോൾ അതിന് വേണ്ട നടപടി നമ്മൾ അതിൻ്റെ കഴിഞ്ഞ ദിവസം നമ്പറിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് KSB വിളിച്ച് ഒരു തിങ്കളാഴ്ച തന്നെ വന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മോട്ടോർ പ്രവർത്തിപ്പിക്കാനാവശ്യമായ 3 ഫേസ് വൈദ്യുതി കണക്ഷൻ കാഞ്ചിയാർ ഇലക്ട്രിക്കൽ സെക്ഷന്റെ കീഴിൽ വരുന്നതിനാലാണ് പദ്ധതി മുടങ്ങിക്കിടന്നത്. വൈദ്യുതി കണക്ഷൻ കിട്ടുന്ന മുറയ്ക്ക് പദ്ധതിയുടെ പ്രയോജനം ജനങ്ങൾക്ക് നൽകാൻ കഴിയും. ഇതോടെ ഈ മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകും. തേക്കടി മൂന്നാർ സംസ്ഥാന പാതയിൽ കുമളി 3-ാം മൈലിന് സമീപം സ്വകാര്യ ബസ് അപകടത്തിൽപ്പെട്ടു. കട്ടപ്പനയിൽ നിന്നും കുമളിയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. റോഡിൽ നിന്ന് തിന്നിമാറിയ ബസ് സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ കൽക്കെട്ടിൽ നിന്ന് താഴേക്ക് പതിക്കാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി.
ഇവിടെ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. അപകട സമയം മേഖലയിൽ മഴ പെയ്തിരുന്നു. സംഭവത്തിനു ശേഷം ഇതുവഴിയെത്തിയ മറ്റു വാഹനങ്ങളിലെ ആളുകളാണ് ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ പുറത്തിറക്കിയത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ മറ്റു വാഹനങ്ങൾ നിയന്ത്രണമില്ലാതെ ചീറിപ്പായുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഉച്ചയോടെ ബസ് സ്റ്റാൻഡിലൂടെ കടന്നുവന്ന പിക്കപ്പും ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചു. ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ബസ് സ്റ്റാൻഡിനുള്ളിലൂടെ മറ്റ് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനാനുമതി ഇല്ലെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെയാണ് മറ്റു വാഹനങ്ങൾ സ്റ്റാൻഡിനുള്ളിലൂടെ ചീറിപ്പായുന്നത്. സ്റ്റാൻഡിനുള്ളിലൂടെ സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണമില്ലാതെ കടന്നുപോകാൻ കഴിയുന്ന കേരളത്തിലെ ഏക ബസ് സ്റ്റാൻഡാണ് കട്ടപ്പനയിലുള്ളതെന്നും ആരോപണമുണ്ട്. ദിവസേന നിരവധി യാത്രക്കാർ എത്തുന്ന ബസ് സ്റ്റാൻഡിനുള്ളിലൂടെയാണ് സ്വകാര്യ വാഹനങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ കടന്നുപോകുന്നത്. പലപ്പോഴും സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി സ്റ്റാൻഡിനുള്ളിലൂടെ സർവീസ് നടത്തുന്നത് അപകടങ്ങൾക്ക് കാരണമാകാറുള്ളതായി അപകടത്തിൽപ്പെട്ട ബസിന്റെ ഡ്രൈവർ പറഞ്ഞു. എൻ്റെ പൊന്നു ചേട്ടാ, സ്റ്റാൻഡ് പിടിക്കാൻ വേണ്ടി വണ്ടി വരുന്നതല്ലേ, നമ്മളവിടെ ആളിറക്കി വണ്ടി മുമ്പോട്ട് എടുക്കുന്നു. ഈ ടാക്സി വണ്ടികളും പ്രൈവറ്റ് വണ്ടികളും സ്റ്റാൻഡിൽ കൂടെ കയറി ഇറങ്ങി വരും. ഇവർ വന്ന് നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ തേ ഇടിച്ചു. ആര് സമാധാനം പറയുന്നില്ല. ഈ കേരളത്തിൽ ആകെപ്പാട് പ്രൈവറ്റ് സ്റ്റാൻഡിൽ ബസ് മറ്റു അന്യവാഹനങ്ങൾ കയറാൻ പറ്റും. ഒറ്റ സ്റ്റാൻഡ് കട്ടപ്പന മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര അക്രമമല്ലേ കാണിക്കുന്നത്. എനിക്ക് എത്ര രൂപ നഷ്ടമുണ്ടെന്ന് ഈ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വാഹനങ്ങൾ, പ്രൈവറ്റ് ബസ്സും ടാക്സി വണ്ടികളും കുത്തിക്കയറ്റിക്കൊണ്ട് വരും. എന്നിട്ട് അവൻ നിർത്താതെ പോയില്ലേ. വണ്ടി മാറ്റിയിടുന്നതിന് മുന്നേ അവൻ വണ്ടി എടുത്തുകൊണ്ട് ഓടിയില്ലേ. പിന്നെ ആര് സമാനം പറയും. ബസ് ജീവനക്കാരുടെ നിരന്തരമായ പരാതികളെ തുടർന്ന് നഗരസഭയും പോലീസും ചേർന്ന് സ്റ്റാൻഡിലെ അന്യവാഹനങ്ങളുടെ പ്രവേശനം നിരോധിച്ചിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഇത് പഴയപടിയായി. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ദേവികുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമരം സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ഉടുമ്പന്നൂർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ വാഹനങ്ങളുടെ RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും അച്ചടി നിർത്തിവച്ചുകൊണ്ട് വാഹന വിപണിയെ തകർച്ചയിലേക്ക് സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തള്ളിവിടുന്നുവെന്നാരോപിച്ചാണ് കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച ദേവികുളം ജോയിന്റ് RTO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിഷേധ സമരം സംഘടനാ ജില്ലാ പ്രസിഡന്റ് റഫീഖ് ഉടുമ്പന്നൂർ ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ കാലങ്ങളായിട്ട് വാഹന ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അതുപ്രകാരം ഞങ്ങളൊരു വാഹനം വാങ്ങുകയും അത് വിൽക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ RC നിലവിൽ പേര് മാറുകയും ആ പേര് മാറുന്ന RC നിലവിൽ ഫൈനാൻസ് കമ്പനിക്ക് കൊടുക്കുകയും ചെയ്താൽ മാത്രമാണ് ഞങ്ങൾക്ക് ആ വാഹനത്തിൻ്റെ ഏതാണ്ട് 70% പൈസയോളം ഞങ്ങൾക്ക് പിരിഞ്ഞു കിട്ടുകയുള്ളൂ. ഏതാണ്ട് 6 മാസമായിട്ട് ഈ തരത്തിൽ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ നടപടിക്രമത്തെ നമ്മൾ പല രീതിയിലും മന്ത്രിതലങ്ങളിലും സംസ്ഥാന ഭരണ തലങ്ങളിലുമെല്ലാം നേരിട്ട് ബന്ധപ്പെടുകയും ഞങ്ങൾ മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നത തലങ്ങളിലിരിക്കുന്ന മന്ത്രി മുതൽ അണ്ടർ സെക്രട്ടറി മുതൽ കമ്മീഷണർ മുതലുള്ള മുഴുവൻ ആളുകളുമായിട്ട് തിരുവനന്തപുരത്ത് നേരിട്ട് പോയി ബന്ധപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ അവിടെ നിന്നും 10 ദിവസം 15 ദിവസത്തെ ഡേറ്റ് കാലാവധി പറഞ്ഞുകൊണ്ട് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവും ഇപ്പോഴത്തെ നമ്മുടെ KV ഗണേഷ് കുമാറും നേരിട്ട് ഞങ്ങൾ പോയി കണ്ടിട്ടുള്ളതും അവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതും അതുപ്രകാരം ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഞങ്ങളെ വിളിച്ചു വരുത്തി ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ കമ്മീഷണർ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് ജനുവരി 13-ാം തീയതി പറഞ്ഞതാണ്. കേരളത്തിലെ വാഹനങ്ങളുടെ RC ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി നിലച്ചിട്ട മാസങ്ങളായി. ഇത് വാഹന വിപണിയെയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. 4 ലക്ഷത്തോളം RC ഡ്രൈവിംഗ് ലൈസൻസുകളാണ് അച്ചടിക്കാതെ കിടക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ടവർ ഉടനടി പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സമരത്തിന്റെ ഭാഗമായി അടിമാലിയിൽ ബഹുജന പ്രക്ഷോഭ റാലിയും സംഘടിപ്പിക്കും. അസോസിയേഷൻ ഭാരവാഹികളായ MM നവാസ്, അസി പാറേക്കാട്ടിൽ, ജിജിൻ VJ, അബ്ദുൾ അസീസ് അമ്പഴച്ചാൽ, ചാക്കോ VJ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ശരീരത്ത് രക്തം കുറയുന്ന അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കുഞ്ചിത്തണ്ണി സ്വദേശിക്ക് കൈത്താങ്ങായി അടിമാലി ഹൈറേഞ്ച് കിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സമാഹരിച്ച ചികിത്സാ സഹായം കൈമാറി 25,000 രൂപയായിരുന്നു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ചത്. ശരീരത്ത് രക്തം കുറയുന്ന അസുഖത്തെ തുടർന്നാണ് കുഞ്ചിത്തണ്ണി സ്വദേശിയായ PK സുകുമാരൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. സുകുമാരന് കൈത്താങ്ങായാണ് അടിമാലി ഹൈറേഞ്ച് കിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചികിത്സാ സഹായം സമാഹരിച്ചത്. 25,000 രൂപ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി. ഈ തുക അടിമാലി പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുകുമാരന്റെ ബന്ധുക്കൾക്ക് കൈമാറി. നിരാലംബരും അതുപോലെ തന്നെ ചികിത്സിക്കാൻ പൈസയില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഹൈറേഞ്ച് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള സംഘടനയുടെ കീഴിൽ പലവിധ നന്മ പ്രവർത്തികൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ കുഞ്ചിത്തണ്ണിയിലുള്ള വലിയപറമ്പിൽ സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാൾ ബ്ലഡ് കുറഞ്ഞു പോകുന്ന രോഗമായ അറ്റാസിൻ്റെ മേഖല കോട്ടയം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റിൽ കഴിയുകയാണ്. വളരെ ദരിദ്ര കുടുംബത്തിലുള്ളൊരു രോഗമാണ്. അദ്ദേഹത്തിൻ്റെ ചെലവിനും മറ്റുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ചെറിയ 2 കുട്ടികളാണ്. ജില്ലയിലെ എമർജൻസി ആംബുലൻസ് സർവീസിൽ സ്തുത്യർഹമായ സേവനം നടത്തുന്ന ഹൈറേഞ്ച് കിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അംഗങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരായ അബ്ബാസ്, നൌഷാദ്, നിഷാദ് എന്നിവരും ഹൈറേഞ്ച് കിങ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് അഷ്റഫ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഷാജിമോൻ, സംഘടനാ അംഗങ്ങളായ JBM അൻസാർ, ജ്യോതിഷ് അടിമാലി, സെൽവൻ അടിമാലി എന്നിവർ തുക കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാഗമായ ഇടുക്കി ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് മാത്രമായി ചെസ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. കട്ടപ്പനയിൽ നടന്ന പരിപാടി നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് വനിതകൾക്ക് മാത്രമായി ചെസ് സെലക്ഷൻ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ച സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാഗമായ ഇടുക്കി ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ് കട്ടപ്പനയിൽ ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെ കായിക രംഗത്തെ ഉന്നമനം ലക്ഷ്യമിട്ടായിരുന്നു പരിപാടി. കട്ടപ്പനയിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് കുട്ടികളുമായി മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് വെറുതെ ഇരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ചെസ്സ് കളിച്ച് വിജയിക്കുവാനും അതോടൊപ്പം തന്നെ അവരുടെ തലച്ചോറിനെ വളർത്തിയെടുക്കുവാനും എല്ലാമായിട്ട് ഈ ഒരു ചെസ്സ് കളിയിലൂടെ ഇവർക്ക് കുട്ടികൾക്ക് സാധിക്കും. അപ്പോൾ ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു വിനോദമായി കണ്ട് ഇതിനെ മുന്നോട്ട് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് വിജയിച്ച് കയറണം എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വത്തോടെ കുഞ്ഞുങ്ങൾ ഈ കളികളിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ മുന്നോട്ട് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെ വിജയിക്കുകയും ചെയ്യണം. ഇടുക്കി ജില്ലാ സീനിയർ വനിതാ അണ്ടർ-7 ഓപ്പൺ ആൻഡ് ഗോൾഡ് സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിരവധി വനിതകൾ പങ്കെടുത്തു. സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം TM ജോൺ, ചെസ് ടെക്നിക്കൽ കമ്മിറ്റി ഇടുക്കി ചെയർമാൻ KN രാജൻ, ഇടുക്കി ചെസ് കൗൺസിൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ജോബി ജോസ് എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ 82 വർഷക്കാലമായി വൈദ്യുതി ഇല്ലാതിരുന്ന വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റിലെ മുനിയാണ്ടി ക്ഷേത്രത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ശ്രമഫലമായി വൈദ്യുതീകരണം നടത്തി. ഇതിന്റെ ഭാഗമായി നടന്ന ഉദ്ഘാടനം KECB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K മുരുകയ്യ നിർവഹിച്ചു. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റിൽ തമിഴ് വംശജരാണ് ഏറ്റവും അധികം താമസിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ബ്രിട്ടീഷ് ഭരണകാലത്തെത്തിയ ആളുകൾ ആയതുകൊണ്ട് തന്നെ തമിഴ് ദൈവങ്ങളായാണ് ഈ എസ്റ്റേറ്റ് മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇങ്ങനെ കഴിഞ്ഞ 82 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച നെല്ലിമല മുനിയാണ്ടി ക്ഷേത്രത്തിൽ വൈദ്യുതീകരണം എത്തിക്കുക എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം കൗസല്യ രാമറിന്റെ പ്രത്യേക താൽപര്യപ്രകാരം ക്ഷേത്രത്തിൽ വൈദ്യുതീകരണം നടത്തിയത്. 30,000 രൂപ ചിലവാക്കിയാണ് ക്ഷേത്രം വൈദ്യുതീകരിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കൗസല്യ രാമർ അധ്യക്ഷയായിരുന്നു. KECB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K മുരുകയ്യ കർമ്മം നിർവഹിച്ചു. ലേബർ സ്കൂൾ പിള്ളയായിട്ട് വളർന്ന് നമ്മൊരു വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് EB ஆஃபீஸில் ஒரு ஹெட்டாயிட்டு வர்றதுக்கு நெல்லிமலை மாரியம்மன் தெய்வமும் முனியாண்டி சாமியும் காளியம்மன் தேவியும் பகவதி அம்மையும் இந்த 4 தெய்வங்களும் நான் ரொம்ப நேசித்து வணங்குற ஒரு தெய்வம். യോഗത്തിൽ CPI പീരിമേഡ് ഏരിയ സെക്രട്ടറി VK ബാബുക്കുട്ടി, ഗ്രാമപഞ്ചായത്ത് അംഗം മാരിയപ്പൻ, കോൺട്രാക്ടർ റോഹിൻ തുടങ്ങിയവർ സംസാരിച്ചു. എസ്റ്റേറ്റിലെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു.
വഴിയിൽ കിടന്ന് ലഭിച്ച സ്വർണ്ണമാല തിരികെ നൽകി ജുവലറി സെക്യൂരിറ്റി ജീവനക്കാർ. കട്ടപ്പന മലബാർ ഗോൾഡ് ജുവലറിയിലെ സെക്യൂരിറ്റികളായ വിജുമോനും മോഹനനുമാണ് നഷ്ടമായ 1 പവൻ തൂക്കമുള്ള ആഭരണം പെൺകുട്ടിക്ക് മടക്കി നൽകിയത്. കട്ടപ്പനയിലെ ബേക്കറി ഉടമയായ ബിനുവിന്റെ മകൾ ആരാധ്യയുടെ 1 പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയാണ് കുമളി റോഡിൽ വെച്ച് നഷ്ടമായത്. തുടർന്ന് സോഷ്യൽ മീഡിയ വഴി അറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതിനിടെയാണ് മലബാർ ഗോൾഡ് ജുവലറിയുടെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സ്വർണ്ണാഭരണം ജുവലറിയുടെ മുൻപിലുള്ള റോഡിൽ കിടന്ന് ലഭിച്ചത്. ഉടൻ തന്നെ ഇവർ സോഷ്യൽ മീഡിയ അറിയിപ്പിൽ കൊടുത്തിരുന്ന നമ്പറിൽ വിവരം അറിയിച്ചു. രാവിലെ മലബാർ ഗോൾഡിൽ മാതാപിതാക്കൾക്കൊപ്പം എത്തി ആരാധ്യ സ്വർണ്ണാഭരണം തിരികെ വാങ്ങി. വൈഫും കൊച്ചും ഇതിൽ പോയപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ടത്. കുറേ ഒക്കെ തപ്പിയെങ്കിലും കിട്ടിയില്ല. അങ്ങനെയാണ് സൂര്യലാലിനെ വിളിച്ച് സംസാരിക്കുകയും സൂര്യലാൽ അത് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അത് മലബാർ ഗോൾഡിലെ സെക്യൂരിറ്റി ചാനലിൽ അത് കിട്ടുകയും അവരത് ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയായിട്ട് ബന്ധപ്പെട്ട് സൂര്യലാലിനെ വിളിച്ച് പറയുകയും ചെയ്തു. അവരെന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലൊരു സന്മനസ് കാണിച്ച മലബാർ ഗോൾഡിലെ സെക്യൂരിറ്റി ചാനലിന് പ്രത്യേകം നന്ദി പറയുന്നു. ആഭരണം സുരക്ഷിതമായി തിരികെ തന്ന സെക്യൂരിറ്റി ജീവനക്കാരായ വിജുമോനും മോഹനനും ഉപഹാരവും നൽകിയാണ് ആരാധ്യയും കുടുംബവും മടങ്ങിയത്. ഇട്ട് കഴിഞ്ഞപ്പം ഇങ്ങനെ ഇദ്ദേഹം എന്തോ ഒരു സ്വർണം പോലെ ഇങ്ങനെ തിളക്കം കണ്ടു. അപ്പോൾ ഇങ്ങനെ ഈ പുള്ളിയാണ് എടുത്തു വന്നിട്ട് അപ്പം എൻ്റെ അടുത്ത് വന്നു, ചേട്ടാ ഇതുപോലെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം കുറച്ച് തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഷട്ടർ താത്തു കഴിഞ്ഞപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഹെഡിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും അദ്ദേഹത്തെ ഏൽപ്പിക്കും. അപ്പോൾ ഇത് ഫ്രണ്ട്സ് ഓഫ് ഞാനൊരു മെമ്പറാണ്. അപ്പോൾ ഇത് അവർക്ക് കിട്ടുമെന്നുള്ളൊരു ഇതിനായിരിക്കുമല്ലോ അവർ ഇതിനകത്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഈ വിവരങ്ങളൊക്കെ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സാറിനെ ഏൽപ്പിച്ചു. അപ്പോൾ സാറ് പിന്നെ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയായിട്ട് ബന്ധപ്പെട്ടു. സത്യസന്ധമായ പ്രവർത്തനത്തിന് ജുവലറി ജീവനക്കാരും വിജുമോനെയും മോഹനനെയും പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. ഇരട്ടിയാർ ചെമ്പകപ്പാറ NSS കരയോഗ വാർഷിക കുടുംബയോഗം നടന്നു. ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ചെമ്പകപ്പാറ 2934 നമ്പർ NSS കരയോഗ വാർഷിക കുടുംബയോഗവും ഹൈറേഞ്ച് NSS യൂണിയന്റെ സദ്ഗമയ 2024 എന്ന കരയോഗ സമ്പർക്ക പരിപാടിയുമാണ് കൊച്ചുകാമാക്ഷി മന്നം നഗറിൽ സംഘടിപ്പിച്ചത്. ഹൈറേഞ്ച് NSS യൂണിയൻ ചെയർമാൻ KS അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് അറിയുവാനും ചെയ്യുന്ന ഒരു നല്ല സംഘടനാ പ്രവർത്തകൻ എന്നത്, അങ്ങനെ എല്ലാ ഇക്വേഷനും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു നല്ല മൂവ്മെന്റായി നിങ്ങൾ മാറിയപ്പോൾ ഞാൻ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചു പറയുന്നു, നിങ്ങൾ ചെയ്ത ഏറ്റവും മഹത്തരമായ കാര്യം ഹൈറേഞ്ച് NSS യൂണിയനെ പ്രതിസന്ധിയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ നടത്തിയ ഒരു വലിയ മൂവ്മെന്റ്. നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് ഹൈറേഞ്ച് NSS യൂണിയനിലെ മുഴുവൻ സമൂഹത്തിനും കിട്ടുന്ന ഒരു കൃത്യമായ മെസ്സേജ്. കാരണം ഇവിടുത്തെ സമൂഹത്തെ മുഴുവൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഈ കേരള സമൂഹത്തെ മുഴുവൻ മറ്റൊരു ദിശയിലേക്ക് ചിന്തിപ്പിക്കുവാൻ വേണ്ടി നടത്തിയ ബോധപൂർവമായ ശ്രമത്തെ കൃത്യമായ ഭാഷയിലൂടെ മറുപടി കൊടുക്കുവാൻ സാധിച്ചതിൽ ഏറ്റവും നിർണായകമായ ഒരു പങ്ക് വഹിച്ചത് നമ്മുടെ ചെമ്പകപ്പാറ NSS കരയോഗം. യോഗത്തിൽ വെച്ച് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന NSS കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുജാത രചിച്ച ലിവിംഗ് ബിയോണ്ട് ദ ഏജസ് എന്ന കൃതിയുടെ കരയോഗതല വിതരണവും നടത്തി. കരയോഗം പ്രസിഡന്റ് PG മഹേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹൈറേഞ്ച് NSS യൂണിയൻ സെക്രട്ടറി PT അജയൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. സന്തോഷ് കുമാർ PT, വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി M നായർ, യൂണിയൻ കമ്മിറ്റി അംഗം പുഷ്പ സുഭാഷ്, കരയോഗം വൈസ് പ്രസിഡന്റ് PK പ്രസാദ്, സെക്രട്ടറി EG സുധാകരൻ നായർ, അശോകൻ തടത്തിൽ, ശ്രീനിവാസൻ BK, ബിജു ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കരയോഗ അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും നടന്നു. വണ്ടിപ്പെരിയാർ നെല്ലിമല ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ പ്രശസ്ത പൂജയായ മാടൻ പൂജ നടന്നു. രാത്രി 12 മണിക്കാണ് പൂജയുടെ ഭാഗമായുള്ള മാടൻ വേട്ട നടന്നത്. തമിഴ്നാട്ടിൽ നിന്നും അടക്കം നിരവധി ആളുകൾ പൂജ കാണാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് മാടൻ പൂജയും വേട്ടയും. തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ ജില്ലയിലാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ ഇപ്പോഴും നിലവിലുള്ളത്. അവിടെ നിന്നും വന്ന എസ്റ്റേറ്റ് തൊഴിലാളികൾ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് മാടൻ പൂജയും വേട്ടയും. ഇത് ഇപ്പോഴും തുടർന്നു വരികയാണ്.
ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ നെല്ലിമല ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാടസ്വാമി, കറുപ്പസ്വാമി എന്നീ ദൈവങ്ങളുടെ പ്രതിഷ്ഠയിൽ പ്രത്യേക പൂജകൾ നടത്തിയാണ് മാടൻ പൂജ ആരംഭിക്കുന്നത്. രാത്രി 12 മണിക്ക് ആരംഭിക്കുന്ന പൂജ 1 മണിയോടുകൂടി അവസാനിക്കും. 9ഓളം ആളുകൾ അരിവാളും കുന്തവും പന്തവും കയ്യിലേന്തി കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോകും. തിരികെ വരുമ്പോൾ ശവക്കല്ലറയിൽ നിന്നും അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ടുവരണമെന്നാണ് ആചാരം. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ക്ഷേത്രത്തിൽ മാടൻ വേട്ടയും പൂജയും നടന്നുവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി പൂജ ആരംഭിച്ചു. ദൈവ അരുൾ ലഭിക്കുന്നവർ വേട്ടയ്ക്ക് പോവുകയും ചെയ്തു. തുടർന്ന് 1 മണിയോടുകൂടിയാണ് തിരികെ ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് അരുൾ വാക്ക് നൽകിയതോടെ മാടൻ പൂജ അവസാനിച്ചു. തമിഴ്നാട്ടിൽ നിന്നുമടക്കം നിരവധി ആളുകൾ പൂജ കാണാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലും ഹൈസ്കൂളിലും 1974 മുതൽ 79 വരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമായവരാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത്. തങ്ങൾ പഠിച്ച സ്കൂളിലെ പഴയകാല ഓർമ്മകൾ പുതുക്കി ഇവർ മടങ്ങി. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ, ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ 1974 മുതൽ 79 വരെ പഠനം നടത്തിയിരുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പേരിൽ സംഘടിപ്പിച്ചത്. സംഗമത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമായവർ പങ്കെടുത്തു. ഓലപ്പുരയിൽ തുടങ്ങിയ തങ്ങളുടെ വിദ്യാഭ്യാസകാലം ഇവർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പുതുക്കി. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം മുൻകാല അധ്യാപകൻ ആശീർവാദ് ഉദ്ഘാടനം ചെയ്തു. ആയിരത്തി 1974-79 കാലഘട്ടത്തിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന രീതികൾ വിവരിക്കുകയും അതേ സ്നേഹവാത്സല്യത്തോടെ സംസാരിച്ചുമാണ് അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തത്. തുടർന്ന് സംഗമത്തിൽ വെച്ച് മുൻകാല അധ്യാപകരെ ആദരിച്ചു. சார் அந்த மாலையை லேசாக பிடிச்சிக்கோங்களா, அவ்வளோ கொஞ்சம் சேர்ந்து போட முடியும். மேடம் 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 கொஞ்சம். വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ST രാജ്, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ പുഷ്പരാജ്, ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ മുരുകേശൻ തുടങ്ങിയവർ സംസാരിച്ചു. 180ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. സ്നേഹവിരുന്നിന് ശേഷം വിവിധ കലാപരിപാടികളോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സമാപിച്ചത്. സംഘാടക സമിതി അംഗങ്ങളായ MS രവി, ചന്ദന രാജ്, ആൽബർട്ട്, ജോസ് പ്രകാശ്, അൻപുദാസ്, ശിവരാമൻ എന്നിവർ നേതൃത്വം നൽകി. 41 വർഷത്തെ സേവനത്തിന് ശേഷം കട്ടപ്പന 20 ഏക്കർ പാറമട അങ്കണവാടിയിൽ നിന്നും വിരമിക്കുന്ന ഹെൽപ്പർ ലില്ലിക്കുട്ടി ബേബിക്ക് യാത്രയയപ്പ് നൽകി. പൗരസമിതിയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം നഗരസഭാ കൗൺസിലർ ഷുജി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. 41 വർഷത്തെ മാതൃകാ സേവനത്തിന് ശേഷമാണ് അങ്കണവാടി ഹെൽപ്പർ ലില്ലിക്കുട്ടി ബേബി ജോലിയിൽ നിന്നും വിരമിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ആദ്യ ചുവടുകൾ വയ്ക്കുന്ന കുട്ടികളെ മാതൃസ്നേഹത്തോടെ പരിചരിക്കുകയും ഗർഭിണികൾക്കും അമ്മമാർക്കുമായിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ കൃത്യതയോടെ അവരിൽ എത്തിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു ലില്ലിക്കുട്ടി ബേബിയുടേത്. പൗരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയയപ്പ് യോഗത്തിൽ പൊന്നാടയണിയിച്ചും മൊമന്റോ നൽകിയും ലില്ലിക്കുട്ടി ബേബിയെ ആദരിച്ചു. നഗരസഭാ കൗൺസിലർ ഷുജി തങ്കച്ചൻ യോഗം ഉദ്ഘാടനം ചെയ്തു. 3 വർഷത്തെ സേവനത്തിന് ശേഷമാണ് നമ്മുടെ ലില്ലിക്കുട്ടി ചേച്ചി ഇവിടുന്ന് ഒരു യാത്രയയപ്പ് വാങ്ങി പോകുന്നത്. കാരണം 7 വർഷക്കാലം ചേച്ചി നേരത്തെ ചേച്ചിയുടെ വീട്ടിൽ ആയിരുന്ന സമയത്ത് അവിടെ 7 വർഷക്കാലം അംഗൻവാടിയിൽ തന്നെ ജോലി നോക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ 20 ഏക്കർ അംഗൻവാടിയിൽ വന്ന് 34 വർഷത്തെ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാം, ഒരു കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ കഷ്ടപ്പെട്ടാണ് ഒരു കുട്ടിയുടെ കാര്യങ്ങൾ തന്നെ നമ്മൾ വീട്ടിലെ അമ്മമാർ നോക്കിയിരുന്നത്. പക്ഷെ 3 വയസ്സാകുമ്പോൾ നമ്മൾ അംഗൻവാടിയിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ
ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കി, അത് ഒരു കുട്ടിയല്ല, എത്രയോ പിള്ളേരുണ്ടോ അത്രയും കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കി അവർക്ക് വേണ്ടുന്ന പരിചരണങ്ങളെല്ലാം കൊടുത്ത് അത്രയും കഷ്ടപ്പാടാണ് ഒരു അംഗൻവാടിയിലെ ടീച്ചർമാർക്കും അതുപോലെ തന്നെ ഹെൽപ്പർക്കും. പരിപാടിയിൽ റിജി കൊട്ടക്കേട്ട, CR മുരളി, ബീന സോദരൻ, VC രാജു, റിജി രാജു, സതീഷ് പഴുപ്പള്ളിയിൽ, ആൻസി സണ്ണി, അനിത റിജി, ശ്രീലത എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇളം കാറ്റിൽ സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് കാമാക്ഷി പഞ്ചായത്തിലെ പുഷ്പഗിരി മലനിരകൾ. കാർഷിക രംഗം തകർന്നതോടെ പുഷ്പഗിരി ഉൾപ്പെടെയുള്ള ഉൾനാടൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ. കാമാക്ഷി പഞ്ചായത്തിലെ 3, 4, 5 വാർഡുകളിലായി വ്യാപിച്ചു കിടക്കുന്ന പുഷ്പഗിരി മലനിരകൾ കുടിയേറ്റ കാലം മുതൽ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ്. 360 ഡിഗ്രിയിൽ ചുറ്റും വിശാലമായ കാഴ്ച ലഭിക്കുന്ന അപൂർവ സഞ്ചാര കേന്ദ്രമാണിത്. തൈലപ്പുല്ലുകൾ തലയാട്ടി നിൽക്കുന്ന മലനിരകളിൽ സദാ തഴുകിയെത്തുന്ന കാറ്റിന് ഔഷധ മൂല്യമുണ്ടെന്നാണ് വിശ്വാസം. 1970-80 കാലത്ത് ജില്ലയിലെ പ്രധാന പുൽത്തൈല നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു പുഷ്പഗിരി. ഉൽപാദന ചെലവ് വർധനവും വിറകിന്റെ ലഭ്യതക്കുറവും പിൽക്കാലത്ത് പുൽത്തൈല നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി. സമുദ്രനിരപ്പിൽ നിന്നും 3400 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുഷ്പഗിരി മലനിരകളിലെ പ്രധാന ആകർഷണം കോടമഞ്ഞിന്റെ സാന്നിധ്യമാണ്. പുഷ്പഗിരി കുരിശുമല എല്ലാ കാലത്തും സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമുള്ള സ്ഥലമാണ്. മഴക്കാലമെന്നോ വേനൽക്കാലമെന്നോ ഭേദമില്ലാതെ ഇവിടെ സഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ പോലും, ഈ വൈകുന്നേരമാണെങ്കിൽ പോലും ധാരാളം ആളുകൾ കാറ്റുകൊള്ളാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 360 ഡിഗ്രി നമുക്ക് വ്യൂ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. 360 ഡിഗ്രിയിൽ തിരിഞ്ഞ് എല്ലാ ഭാഗത്തെയും കാഴ്ചകൾ, ഇത്രയും വൈഡായിട്ടുള്ള കാഴ്ച ലഭിക്കുന്ന ഒരു പ്രദേശം ഈ അടുത്ത മേഖലയിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇവിടെ വിനോദസഞ്ചാര വികസനത്തിന് ആവശ്യമായ ഒരു കാര്യങ്ങളും അധികാരികൾ ചെയ്യാറില്ല. ഒരു 250 മീറ്റർ ടാർ ചെയ്യുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ വാഹനങ്ങൾ സുഗമമായിട്ട് ഇവിടെ എത്തിച്ചേരുകയും ആളുകൾക്ക് ഇവിടെ സഞ്ചാരികൾക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. പക്ഷേ അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം, അടിസ്ഥാനപരമായ ഒരു സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നില്ല എന്നത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ ഗ്രാമപഞ്ചായത്താണെങ്കിലും ഇടപെട്ട് ഇവിടെ സഞ്ചാരികൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും യാത്രാ സൗകര്യവും ഏർപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. മലമുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരക്കാഴ്ചകൾ നിരവധിയാണ്. കുയിലിമല, നെടുങ്കണ്ടം, കട്ടപ്പന, കല്യാണത്തണ്ട്, രാമക്കൽമേട്, മൂന്നാർ, ആനമുടി, ചൊക്രമുടി തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം. പുഷ്പഗിരിയിലെ കുരിശുമല നന്നങ്ങാടികളുടെ കലവറ കൂടിയാണ്. ചെറുതും വലുതുമായ നിരവധി നന്നങ്ങാടികൾ ഇവിടെയുണ്ട്. 2005-ൽ ഐഡിയ കമ്പനി മൊബൈൽ ടവർ സ്ഥാപിച്ചതോടെ വിവിധ കമ്പനികൾ പുഷ്പഗിരി കുന്നുകളിൽ മൊബൈൽ ടവറുകൾ സ്ഥാപിച്ചു. ഇതോടെ പുഷ്പഗിരി കുന്നുകൾ ടവറുകളുടെ നാടെന്നും അറിയപ്പെടാൻ തുടങ്ങി. 2015-ൽ ജില്ലാ വിനോദസഞ്ചാര വകുപ്പ് അധികൃതർ പുഷ്പഗിരിയിൽ സന്ദർശനം നടത്തുകയും ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പുഷ്പഗിരിയെ ഉൾപ്പെടുത്തുമെന്നറിയിക്കുകയും ചെയ്തെങ്കിലും ഭൂപടത്തിൽ പുഷ്പഗിരി ഉൾപ്പെട്ടിട്ടില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് അനർട്ടിന്റെ നേതൃത്വത്തിൽ പരീക്ഷണ കാറ്റാടി സ്ഥാപിച്ച വർഷത്തിൽ എല്ലാ ദിവസവും ശക്തമായി കാറ്റ് ലഭിക്കുന്ന പുഷ്പഗിരി കുന്നുകൾ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിക്കുവാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തി. എന്നാൽ പിന്നീട് ഇതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല. മൂന്നാറിനും തേക്കടിക്കും മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഭൂപ്രദേശമാണ് പുഷ്പഗിരി. മൂന്നാറിലേക്കും തേക്കടിയിലേക്കും പുഷ്പഗിരിയിൽ നിന്നും തുല്യ ദൂരമാണ്. 50 കിലോമീറ്റർ ഇവിടെ നിന്നും ഈ 2 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള ദൂരം. മൂന്നാർ, തേക്കടി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച കട്ടപ്പന, തോപ്രാങ്കുടി റൂട്ടിൽ തുടർച്ചയായി ബസ് സർവീസ് ആരംഭിക്കുകയും റോഡ് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ പുഷ്പഗിരിക്കും അത് പ്രയോജനപ്പെടുമെന്ന് ജനങ്ങൾ പറയുന്നു. പുഷ്പഗിരി വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി കാമാക്ഷി പഞ്ചായത്ത്, ജില്ലാ വിനോദസഞ്ചാര വികസന കൗൺസിൽ തുടങ്ങിയവ ഒന്നും ചെയ്യുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇവിടേക്ക് എത്തിച്ചേരുവാൻ മൺപാത സഞ്ചാരയോഗ്യമാക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം അധികൃതർ അവഗണിക്കുകയാണ്. പ്രാഥമിക സൗകര്യങ്ങളും വിശ്രമ കേന്ദ്രങ്ങളും അമ്യൂണിറ്റി സെന്ററും സ്ഥാപിച്ച പുഷ്പഗിരിയുടെ വിനോദസഞ്ചാര സാധ്യത പ്രയോജനപ്രദമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നേർക്കാഴ്ച
നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. SNDP മലനാട് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷ സമാപനവും ജൂബിലി സ്മാരക മന്ദിരോദ്ഘാടനവും കട്ടപ്പനയിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിച്ചു. സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇടുക്കിയിലേക്ക് കുടിയേറിയ കർഷകരാണെന്ന വെള്ളാപ്പള്ളി നടേശൻ. ദേവികുളം മുൻ MLA S രാജേന്ദ്രനെ BJP നേതാക്കൾ നേരിട്ടെത്തി സന്ദർശിച്ചു. സന്ദർശനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ J പ്രമീളാദേവി, മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി എന്നിവരുടെ നേതൃത്വത്തിൽ. വേനൽ വറുതിയിൽ ഹൈറേഞ്ചിലെ കാർഷിക മേഖലയ്ക്ക് സംഭവിച്ച നഷ്ടം തിട്ടപ്പെടുത്താൻ ഉടൻ നടപടി വേണമെന്ന് കർഷകർ. കർഷകരിൽ നിന്ന് കണക്കെടുപ്പ് നടത്തുകയും നഷ്ടപരിഹാര തുക നൽകി കർഷകർക്ക് കൈത്താങ്ങാകണമെന്നും ആവശ്യം. അയ്യപ്പൻകോവിൽ ചേമ്പളത്ത് മുടങ്ങിക്കിടക്കുന്ന ST കുടിവെള്ള പദ്ധതി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ. പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.